വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ. ഷാഫി 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം നടത്തി രംഗത്തിറങ്ങിയിരുന്നു. പത്രസമ്മേളനം എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ വർഗീയവാദി എന്ന് വിളിക്കരുത്, അങ്ങനെ കേൾക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം. വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു.ഡി.എഫിൻ്റെ പ്രചാരണം എങ്ങനെ ആയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലീഗ് വ്യക്തമായിട്ട് നേതൃത്വം നൽകിയ യു.ഡി.എഫിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പുതിയ സൈബർ ടീം നേരിട്ട് രംഗത്തിറങ്ങി നടത്തിയ പ്രചാരണമായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ. വടകരയിൽ കെ ശൈലജ ടീച്ചറായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. പക്ഷേ ടീച്ചർ സ്ഥാനാർത്ഥിയായപ്പോഴത്തേക്കും വടകരയിലെ നിലവിലത്തെ MP ആയ കെ മുരളീധരൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് തൃശ്ശൂരിലെത്തി. പകരം അവിടത്തേക്ക് നയിച്ചത് പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പലിനെയാണ്. ഷാഫി പറമ്പലിനെ വെച്ച് നല്ല അടിപൊളിയെന്ന് കോട്സ് തന്നെ പറയണം. ലീഗിൻ്റെയും യു.ഡി.എഫിൻ്റെയും സഹഭരണികൾ പ്രചാരണം നടത്തി. കെ ശൈലജ ടീച്ചറെ എങ്ങനെയൊക്കെ വ്യക്തിഹത്യ നടത്താമോ അതിൻ്റെ ഏറ്റവും മാക്സിമം ലെവലിലായിരുന്നു യു.ഡി.എഫ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്തും സംയമനത്തോടെയാണ് CPIഎമ്മിൻ്റെ അണികൾ സംയമനം പാലിച്ച് വളരെ സംയമനത്തോടെ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി ശക്തമായ പ്രചാരണം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ആ സമയത്തൊന്നും വ്യക്തിഹത്യയ്ക്ക് ഒരു കുറവും വന്നില്ല. അവസാനം ടീച്ചർ ലൈവ് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ടീച്ചർക്കെതിരെ രൂക്ഷമായ വ്യക്തിഹത്യ മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് ഇവർ നടത്തുകയായിരുന്നു. അതുപോലെ തന്നെ വർഗീയമായ രീതിയിലുള്ള പ്രചാരണം ശക്തമായിട്ട് അവിടെ നടത്തുന്നുണ്ടായിരുന്നു. മാത്രമല്ല ടീച്ചർ പറഞ്ഞ കാര്യത്തെ ഉപയോഗിച്ച് വർഗീയമായിട്ട് ഇളക്കി വിടാനോ ആ മണ്ഡലത്തിലെ ഒരു കൾച്ചറൽ ഫാബ്രിക്, ഒരു കമ്മ്യൂണൽ ഫാബ്രിക്കിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളും വ്യക്തമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിരുന്നു. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ടീച്ചർ ആണെങ്കിൽ റിപ്പോർട്ടർ TV കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം പകുതി മാത്രം വെട്ടിമാറ്റി പ്രചാരണം നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് റിപ്പോർട്ടർ TV തന്നെ പിന്നെ പരസ്യമായിട്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അരുൺകുമാർ തന്നെ പരസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല ടീച്ചർ ഒരു പ്രസംഗത്തിനിടെ സംസാരിക്കുന്ന കാര്യവും വെട്ടിമാറ്റിയിട്ട് വർഗീയമായ ആംഗിൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും തന്നെ വർഗീയവാദി എന്ന് വിളിക്കില്ല, ഞങ്ങൾ വർഗീയമായിട്ടുള്ള പ്രചാരണം നടത്തിയിട്ടില്ല എന്നാണ് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളുടെ മുന്നിൽ കരഞ്ഞത്. പക്ഷെ സത്യം അതല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഷാഫി പറഞ്ഞതിന് ശേഷം ഷാഫിയെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് പേർ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചയ്ക്കകത്ത് സ്ഥിരമായിട്ട് CPIഎമ്മിനെ തെറിവിളിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുറച്ച് പേരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഡോക്ടർ ആസാദ്. അദ്ദേഹമാണെങ്കിൽ താത്വികമായിട്ടാണ് വടകരയിലെ ഷാഫി പറമ്പലിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. പക്ഷേ എഴുതി വന്നപ്പോഴത്തേക്കും ഫാക്റ്റ് ഇല്ല എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഡേറ്റ പരിശോധിക്കാതെ ചുമ്മാ തള്ളു മാത്രമായിരുന്നത്. ആ തള്ളു മാത്രമായപ്പോഴത്തേക്കും അത് അടിപൊളിയായിട്ട് പൊളിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ പിൻവലിച്ചതിനെ കുറിച്ചും എല്ലാത്തിനും ചേർത്ത് രാഷ്ട്രീയ നിരീക്ഷകൻ പ്രേംകുമാർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് വായിക്കേണ്ട കുറിപ്പാണ്. മാത്രമല്ല ഷാഫി നടത്തിയിട്ടുള്ള ഈ കള്ളക്കരച്ചിൽ വ്യക്തമായിട്ട് പൊളിച്ചെടുക്കുന്നുമുണ്ട് പ്രേംകുമാർ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് ഒന്ന് വായിക്കാം. അതിൽ പ്രേംകുമാർ പറയുന്നത് ഇങ്ങനെയാണ്: കവിത എഴുതുന്ന ആസാദ് മാഷിനെ വായിക്കാൻ ഇപ്പോൾ ഏറെ ഇഷ്ടമാണ് എനിക്ക്. കവിത എഴുത്തിന് സ്ഥലകാലങ്ങൾ ബാധകമല്ലെന്നാണ്. ഏപ്രിൽ 20 പിണറായി പറഞ്ഞത് തമിഴ്നാട്ടിലെ വോട്ടിങ്ങിൽ CPIഎമ്മിന് വിനയാകുമെന്ന് ഏപ്രിൽ 21 കവിത എഴുതും മാഷ്. ഏപ്രിൽ 19 തമിഴ്നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞതല്ലേ മാഷേ എന്ന് ചോദ്യമില്ല. ഷാഫി ഫാൻ കവിതാരചനയ്ക്ക് വേണ്ടി സങ്കല്പത്തിൻ്റെ പുതിയ ലോകത്തിലാണെന്ന് മാഷ്. ഹിന്ദു നാമമില്ലാത്ത ഒരാൾ ഇടത് വലത് മുന്നണിയിൽ നിന്ന് ഇതുവരെ വടകരയിൽ മത്സരിച്ചിട്ടില്ലെന്നാണ് കവി ഭാവന. ഗൗഡ സ്വാരസ്വത ബ്രാഹ്മണ സമുദായത്തിൽ പിറന്ന AN ഷംസീർ എന്ന പേരായ ഒരാൾ 2014 മുല്ലപ്പള്ളിയിലൂടെ മാർജിൻ 3306 ആക്കി കുറച്ചിരുന്നില്ലേ മാഷെ എന്ന് ചോദ്യമില്ല. ഇതേ ഇലക്ഷനിൽ AP ഷംസീർ എന്നൊരു അപരന് കിട്ടിയ 3485 വോട്ടല്ലേ മാഷെ എന്നും ചോദ്യമേ ഇല്ല. കവിത എഴുതുന്ന ആസാദ് മാഷിനെ വായിക്കാൻ ഇപ്പോൾ ഏറെ സമാധാനമാണ് എനിക്ക്. ഷാജഹാൻ്റെയും ഉമേഷ് ബാബുവിൻ്റെയും ശക്തിധരൻ്റെയും ഒക്കെ നില വെച്ച് നോക്കുമ്പോൾ ആസാദ് മാഷ് ഇപ്പോഴും നല്ല നിലയിലാണ്. എന്നിട്ട് ആസാദ് മാഷിൻ്റെ 3 പോസ്റ്റുകളുടെ വ്യക്തമായ ഒരു കുറിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് അദ്ദേഹം പിൻവലിച്ചതാണ്. വടകരയിലെ ആദ്യത്തെ മതേതര സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. ഇടതായാലും വലതായാലും ഇതുവരെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നല്ലാതെ ഒരു സ്ഥാനാർത്ഥി കണ്ടെത്തിയിട്ടില്ല. ഹിന്ദു നാമമില്ലാത്ത ഒരാൾ നിൽക്കുന്നത് പന്തിയല്ല എന്ന് അവർ വിശ്വസിച്ചു. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തമിഴ്നാട്ടിലെ ഇലക്ഷൻ അത് ബാധിക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യം. തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് മലയാളം മനസ്സിലാകുമെങ്കിൽ 2 സീറ്റുകളിൽ മത്സരിക്കുന്ന CPIഎം സ്ഥാനാർത്ഥികളുടെ നില പരിങ്ങലിലാവും.
രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുള്ള പോസ്റ്ററുകളുടെ വിശ്വാസ്യതയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞാണ് അടുത്ത പോസ്റ്റ്. ഈ രണ്ട് പോസ്റ്റും അതിവിദഗ്ധമായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഷാഫിയുടെ ആരാധകന്മാരുടെ പല പോസ്റ്റുകളുടെയും കാര്യം. ഇത് മാത്രമല്ല, ഇദ്ദേഹം മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇതിനൊരു ഉദാഹരണമാക്കി എടുത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് കൽപ്പറ്റ MLA ടി സിദ്ദിഖിൻ്റെ വേറൊരു പോസ്റ്റുണ്ട്, അത് വായിക്കാൻ പോലും കൊള്ളത്തില്ല. പിന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ PK ഫിറോസും ഇന്ന് ഇതും പറഞ്ഞ് KK ശൈലജ ടീച്ചർക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അത്രമാത്രം അവർ വടകരയിൽ തോൽവി ഭയക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു മര്യാദയുമില്ലാത്ത വ്യക്തിഹത്യയാണ് ലീഗിൻ്റെ സൈബറണികൾ, UDFൻ്റെ സൈബറണികൾ വടകരയിൽ നടത്തിയത്. അതിന് എന്ത് പറഞ്ഞാലും UDFകാർക്കും കോൺഗ്രസ്സുകാർക്കും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തൊക്കെ വ്യക്തിഹത്യ അല്ലെങ്കിൽ എന്തൊക്കെ ആക്രമണം നടത്തിയാലും ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു മണ്ഡലത്തിൻ്റെ ഒരു ഫാബ്രിക്കിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 2 മാസമായിട്ട് വടകരയിൽ ലീഗിൻ്റെ അണികൾ നടത്തിയത്. എന്നുവെച്ചാൽ വ്യക്തമായിട്ട് സമാധാനപരമായി പോയിക്കൊണ്ടിരുന്ന ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് വേണം പറയാം. പക്ഷേ എന്നിരുന്നാലും അതിന് മേളിൽ KK ശൈലജ ടീച്ചർ നിൽപ്പുണ്ട്. വ്യക്തമായിട്ട് ടീച്ചർ ജയിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം വെച്ചാൽ ഈ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സൈബറണികൾ ഫോണിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ഫോട്ടോഷോപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ജനങ്ങൾ വിശ്വസിക്കുന്ന സത്യത്തെയാണ്, അത് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവിടെ ഇരുന്ന് കരയാനാണ് ഷാഫി പറമ്പിലിൻ്റെ യോഗം. ഷാഫി പറമ്പിൽ പറയുകയാണ്, എന്നെ വർഗീയവാദി എന്ന് വിളിക്കരുത്. പക്ഷേ വടകരയിൽ വർഗീയപരമായിട്ടുള്ള പ്രചാരണം ശക്തമായിട്ട് അഴിച്ചു വിട്ടിരുന്നു. അതിൻ്റെ ഉദാഹരണങ്ങളും തെളിവുകളും ഒരുപാട് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്.